ഹലോ എവരിവൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോണ്ടയുടെ 160 കാറ്റഗറിയിൽ വരുന്ന ഒരു അഡ്വഞ്ചർ മോഡലാണ് CB200X എന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുന്നത് വൈറ്റ്ലയിലുള്ള EVM ഹോണ്ടയിലാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് CB200X എന്ന മോഡലാണ്. ഈ CB200X എന്ന് പറയുന്ന വണ്ടി ഇതിന് മുമ്പ് അവർ ഇറക്കിയിട്ടുള്ള ഹോണറ്റ് 2.0 ആയിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സിമിലർ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. വേണമെങ്കിൽ അതിനൊരു ഫേസ് ലിഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒരു സെഗ്മെൻ്റ് ആയിട്ട് വരുന്നു എന്ന് മാത്രം. ഇതിന് മുകളിലായിട്ടൊരു 500X ഉണ്ട്. അതിനൊരു കുട്ടി ഒരു അഡ്വഞ്ചർ വണ്ടിയായിട്ടാണ് കമ്പനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഏതൊരു അഡ്വഞ്ചർ വണ്ടിയുടെ പോലെ തന്നെ ഫ്രണ്ടിലുള്ള വൈസർ നമുക്ക് വളരെ ഹൈറ്റിൽ ബ്ലാക്ക് കളർ ടിൻറ്റ് റോഡ് കാണാൻ സാധിക്കും. അത് എപ്പോഴും ഒരു അഡ്വഞ്ചർ വണ്ടികളുടെ അല്ലെങ്കിൽ ഒരു ഹിമാലയൻ്റെ പോലുള്ള വണ്ടികളുടെ ഒരു ക്യാരക്ടറിനെ ഒരു ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഹോണറ്റിൽ വന്നിട്ടുള്ള അതേ ഹെഡ്ലൈറ്റ് ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ്, LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. തൊട്ടടിയിൽ തന്നെയായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് നമുക്ക് റിമൂവ് ചെയ്ത് വേണമെങ്കിൽ വൈസറിലേക്ക് കൊടുത്താൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും തോന്നുന്നു. ഹോണറ്റിൽ വന്നിരുന്ന സമയത്ത് അവർ മെയിനായിട്ടൊരു ക്യാരക്ടറായിട്ട് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഒരു ലുക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ഒരു USD ഫോക്സ് ആണ്. അത് ഇതിലും കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ അല്ലാത്ത അത്യാവശ്യം ക്യാരക്ടറുള്ള ഒരു മഡ് ഗാർഡ് കാണാം. അതിൽ ABS റിട്ടേൺ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. 110/70 R17 സൈസിൽ വരുന്ന ഒരു സെമി പർപ്പസ് ടയറാണ് കൊടുത്തിട്ടുള്ളത്. പെട്രോൾ ഡിസ്ക് ബ്രേക്ക് നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പവർ വരുന്നുണ്ട് വണ്ടിക്ക്. സൈഡ് കൗളാണ് വലിയൊരു മാറ്റം പറയാവുന്നത്. ഹോണറ്റായിട്ട് സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അഡ്വഞ്ചർ വണ്ടിയുടെ എല്ലാ മാറ്റങ്ങളും ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹോണ്ടയുടെ ഒരു ലോഗോ സൈഡിൽ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള മറ്റൊരു മാറ്റം ഇൻഡിക്കേറ്റർ നെക്കിൾ ഗാർഡിൽ കൊടുത്തിട്ടുള്ളത്. അതും വളരെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സൈഡ് പോർഷൻ അത്യാവശ്യം നല്ല ചങ്കി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഡ്വഞ്ചർ വണ്ടിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. റോഡ് പ്രസൻസ് നല്ല രീതിയിൽ വണ്ടിക്ക് വരുന്നുണ്ട്. ടാങ്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോണറ്റിൽ കണ്ടുവന്നിട്ടുള്ള അതേ ടൈപ്പ് ടാങ്ക് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. 12 ലിറ്ററിന് കപ്പാസിറ്റി. സൈഡിൽ 200X എന്നുള്ള അവരുടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. വലിയ ആഷ്ബോർഡ് സ്റ്റിക്കേഴ്സൊന്നും വണ്ടിയിൽ അധികം ഇല്ല എന്ന് തന്നെ പറയാം. ഇഗ്നീഷനും ഫ്യൂവൽ ലിഡിലേക്കുള്ള ഓപ്പണിങ്ങും വരുന്നത് സെൻട്രൽ പോർഷനിലുള്ള ബ്ലാക്ക് പാർട്ടിലാണ്. സീറ്റിലേക്ക് വരുമ്പോൾ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു സീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഒരു കുഷ്യൻഡ് ആയിട്ടുള്ളൊരു സീറ്റാണ്. സൈഡ് കൗളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹോണറ്റിൽ കണ്ടുവന്നിട്ടുള്ള അതേ ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എൻജിൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ഹോണ്ടയുടെ ഒരു 180cc പെട്രോൾ എഞ്ചിനാണ്. 17 bhp പവർ 8500 RPM-ലും 16 Nm ടോർക്ക് 6000 RPM-ലുമാണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറേയൊക്കെ പാർട്സൊക്കെ തന്നെ നമുക്ക് CBR-ലൊക്കെ എവിടെയൊക്കെ കണ്ടുപോയ പോലത്തെ പാർട്സിൻ്റെ ഒക്കെ ഒരു ഷേപ്പൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ തോന്നും. അത്യാവശ്യം നല്ല ഒരു ഒരു ക്യാരക്ടർ വണ്ടിക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സീറ്റ് ഞാൻ പറഞ്ഞു, ഒരു സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 810 mm ആണ് വരുന്നത്. 147 കിലോ വണ്ടിക്ക് വെയിറ്റും അതേപോലെ തന്നെ 167 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. മോണോഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത്. അതുകൂടാണ്ട് തന്നെ നമ്മൾ ഹോണറ്റിൽ കണ്ടുവന്നിട്ടുള്ളത് തന്നെ ഫുഡ് പെഗ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എക്സോസ്റ്റിലും നമുക്ക് വലിയ മാറ്റങ്ങൾ പറയാനായിട്ടില്ല. ഫ്രണ്ടിലത്തെ ടയർ പറഞ്ഞ പോലെ തന്നെ ഒരു സെമി പർപ്പസ് ടയറാണ്. സൈസ് പറയുന്നത് 140/70/17 സൈസിലുള്ള ട്യൂബ്ലെസ് ടയറാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അലോയ് വീലാണ് വണ്ടിക്ക് വരുന്നത്. ഡിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 220 mm ഡിസ്ക്കാണ്. ABS കണക്റ്റഡ് അല്ല. ഹോണ്ടയിൽ കണ്ടുവന്നിട്ടുള്ള അതേ X ഷേപ്പിലുള്ള ടെയിൽ ലൈറ്റും അതേപോലെ ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ വണ്ടിയിലെല്ലാം വരുന്നത് LED ലൈറ്റ്സ് ആണ്. ഇനി നമുക്ക് മീറ്ററിലേക്കാണ് വരേണ്ടത്. മീറ്റർ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഹോണ്ടയിൽ അതേ മീറ്റർ തന്നെയാണ് എനിക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. RPM മീറ്റർ, നമുക്ക് സ്പീഡ്, ട്രിപ്പ്, ടൈം, ഫ്യൂവൽ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേഷൻ എന്നിവ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്വിച്ചുകൾ, മോഡ് സെറ്റ് സ്വിച്ചുകളുണ്ട്. അതായത് നമ്മൾ ടോഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാവുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രിപ്പ് A, ട്രിപ്പ് B, ബാറ്ററി വോൾട്ടേജ്, ടോട്ടൽ ലോഡ്. ഇത്രയാണ് നമുക്ക് ഫീച്ചറായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഫീച്ചേഴ്സ് ഒന്നും ഉൾക്കൊള്ളിച്ച് കൺഫ്യൂഷൻ ആക്കാനോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഹോണ്ടറ്റിലുള്ള സാധനം നേരെ ഇതിലേക്ക് തന്നെ കൊടുത്തിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സമയത്ത് കുറച്ച് ഫീച്ചേഴ്സ് കുറവാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഹാൻഡിലിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു സിൽവർ ഫിനിഷ്ഡ് ഹാൻഡിൽ കാണാം. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോള്, ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൺട്രോള്, ഹോൺ എന്നിവ ഇടതുവശത്തും വലതുവശത്തായിട്ട് വരുന്നത് പവർ സ്വിച്ച്, ഹസാർഡ് ലൈറ്റ്, അതേപോലെ തന്നെ ഹോൺ എന്നിവയാണ് വലതുവശത്ത് വരുന്നത്. ഹസാർഡ് ലൈറ്റ് നമുക്കൊന്ന് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഒന്ന് കാണിച്ചു തരാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഒരു
നല്ലൊരു ലുക്സ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ് കൂടെ ഇടുന്ന സമയത്ത് നക്കിൾ ഗാർഡ് ആയതുകൊണ്ട് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായതുകൊണ്ട് വണ്ടിക്ക് അത്യാവശ്യം സൈസ് നമുക്ക് തോന്നിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓവറോൾ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ വണ്ടിയുടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹോണറ്റ് നമ്മൾ ഓടിച്ചിട്ടുള്ള റിവ്യൂ അടുത്തതായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു റിവ്യൂവിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് സ്വിംഗ് ആം വരുന്നത് ബോക്സ് ടൈപ്പ് തന്നെയാണ്. ഒരു സാരി ഗാർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആസ് പെർ ദി റൂള് അത് വേണമെന്ന് നിർബന്ധമാണ്. ഗ്രാബ് റെയിൽ വരുന്നത് കൊമ്പ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഗ്രാബ് റെയിലാണ്. കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് സ്പെക് ഷീറ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോറൂമിലെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇൻ ഷോർട്ട് പെട്ടെന്നൊരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോണറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വഞ്ചർ വെഹിക്കിളാണ് നമ്മൾ 200X എന്ന് പറയുന്നത്. 500Xൻ്റെ ഏകദേശം ഒരു ഭംഗിയൊക്കെ നമ്മൾ താഴത്തെ സെഗ്മെൻറ്റിലേക്കും കൊണ്ടുവന്നിട്ടാണ് അവർ ഈ 200X ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി തന്നിട്ടുണ്ട്. കുറച്ച് ദൂരം ഓടിക്കാനായിട്ട് പെർമിഷൻ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇന്നർ ഏരിയാസിൽ കൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഹോണറ്റ് 2.0 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ഒരു സീറ്റിംഗ് പോസ്ചർ കാര്യങ്ങളായിട്ട് ആകെ ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ഹാൻഡിൽ പോസ്ചറിലാണ്. കുറച്ചും കൂടെ പൊക്കിയിട്ടുണ്ട് ഹാൻഡിൽ പോസ്ചർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു അഡ്വഞ്ചർ വണ്ടിയുടെ ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. മാത്രമല്ല ഫ്രണ്ടിലൊന്നും ഇല്ലാത്തൊരു രീതിയിലായിരുന്നു നമ്മുടെ ഹോണറ്റ് എങ്കിൽ ഈ വണ്ടിക്ക് കണ്ടില്ലേ, ഫ്രണ്ടിൽ ഇത്രയും കുറേ സാധനങ്ങളുള്ളപ്പോൾ നമുക്ക് ഈ ഹിമാലയനൊക്കെ ഓടിക്കുമ്പോഴൊരു ഫീലില്ലേ, ഏകദേശം അതേപോലെ തന്നെ ഒരു പക്ക ഒരു അഡ്വഞ്ചർ വണ്ടി ഓടിക്കുന്ന അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഈ വണ്ടിയിലുള്ള നമുക്ക് മാറ്റം എന്ന് പറയാം. ആഫ്റ്റർ ഓൾ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഹോണറ്റിൽ ഉള്ള പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മാത്രമല്ല വണ്ടീനെ ചേച്ചെടുക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേകത ഒരു ഫീലാണ് കേട്ടോ. മാത്രമല്ല ഇടുങ്ങിയ റോഡ്സിൽ കൂടെയും ഇങ്ങനെ ഓടിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ് നമുക്ക്. മാത്രമല്ല ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും രണ്ടും കൂടെയാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനത്തെ ടൈമിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണെന്ന് നമുക്ക് പറയാം. കണ്ടില്ലേ, ഫ്രണ്ടാണെന്നുണ്ടെങ്കിലും ശരി നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് നമുക്ക് കാഴ്ചവെക്കുന്നുണ്ട്. ABS ആണ്, സിംഗിൾ ചാനലാണ് വരുന്നത്. സിംഗിൾ ചാനൽ അത്ര ഒരു ഇഷ്യൂ ആണോ, ഡബിൾ ചാനൽ തന്നെ വേണ്ടേ അല്ലെങ്കിൽ ഡുവൽ ചാനൽ തന്നെ വേണ്ടേ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ വേണമെന്നില്ല. ഫ്രണ്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ബാക്കിൽ കൂടെ ഒരു സപ്പോർട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ വണ്ടി ബ്രേക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഓൾറൗണ്ടർ നടന്നുള്ളൊരു വീഡിയോ ചെയ്തതോടൊപ്പം തന്നെ കുറച്ചൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾ കരുതിയാൽ മതി. വണ്ടിയുടെ റേറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫീച്ചർ വൈസ് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കൂടെ